നമസ്തേ ഹരിശരണം. ഓം ഹരിശ്രീ ഗണപതയേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അത ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗഃ. ശ്രീമദ് ഭഗവത്ഗീത പാരായണത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ശ്ലോകം 26. ന ബുദ്ധിഭേദം ജനയേ ജ്ഞാനാം കർമ്മ സംഖിനാം ജോഷയേത് സർവകർമാണി വിദ്വാന്യുക്ത സമാചരൻ. അർത്ഥം: അറിവില്ലാത്തവരായ കർമാസക്തന്മാർക്ക് ബുദ്ധിഭേദത്തെ ജനിപ്പിക്കരുത്. അറിവുള്ളവൻ യോഗം ചെയ്യുന്നവനായി സകല കർമ്മങ്ങളും ചെയ്യുന്നവനായിട്ട് പ്രേരിപ്പിക്കണം. അതായത് ഫലേച്ഛയോടെ കർമ്മങ്ങളിൽ മുഴുകുന്ന അജ്ഞാനിയെ ഒരു വിധത്തിലും ജ്ഞാനി വിലക്കരുത്. കർമ്മരഹിതനാകാൻ ഉപദേശിക്കുകയും അരുത്. അജ്ഞാനിക്ക് ജ്ഞാനി മാർഗദർശനം നൽകണം എന്ന് സാരം. പരമാത്മ സാക്ഷാത്കാരമാണ് ഓരോ ജീവിതത്തിൻ്റെയും ആത്യന്തിക ലക്ഷ്യം. വൈദിക കർമ്മങ്ങളും ചടങ്ങുകളുമെല്ലാം കുറേയേറെ ഭൗതിക സുഖങ്ങളെ ലക്ഷ്യമാക്കുന്നു. പക്ഷേ അവയും ക്രമേണ പരമാത്മ ചൈതന്യത്തിലേക്ക് ജീവാത്മാക്കളെ നയിക്കുന്നുണ്ട്. അതുകൊണ്ട് യോഗയുക്തനായ ഒരു ജ്ഞാനി വിഹിത കർമ്മങ്ങളിൽ വ്യാപരിക്കുന്ന ലൗകികനെ ശല്യപ്പെടുത്തരുത്. മറിച്ച് ഈശ്വരോന്മുഖമായ കർമ്മങ്ങൾ ഫലാസക്തിയില്ലാതെ അനുഷ്ഠിച്ച് അയാൾ അജ്ഞാനികളെ കർമ്മനിരതരാക്കണം. ശ്ലോകം 27. പ്രകൃതേയ ക്രിയമാണാനി ഗുണേയ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ. ശ്ലോകം 28. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഃ ഗുണാ ഗുണേഷു വർത്തന്ത ഇതി മത്വാ ന സജ്ജതേ. അർത്ഥം: പ്രകൃതിയുടെ ഗുണങ്ങളാൽ എല്ലാ പ്രകാരത്തിലും കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നു. അഹങ്കാരം കൊണ്ട് മൂഢനായവൻ ഞാനാണ് കർത്താവ് എന്ന് വിചാരിക്കുന്നു. മഹാബാഹുവായ അർജുന, ഗുണാനുസാരിയായ കർമ്മവിഭാഗങ്ങളുടെ തത്വം അറിയാവുന്നവനാകട്ടെ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ സുഖങ്ങളിൽ വർത്തിക്കുന്നു എന്ന് കരുതിയിട്ട് സക്തനാകുന്നില്ല. അതായത് നല്ലതും ചീത്തയുമായ സകല പ്രവൃത്തികൾക്കും അടിസ്ഥാനം ത്രിഗുണങ്ങളാണ്. അഹങ്കാരം കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടവൻ എല്ലാത്തിൻ്റെയും കർത്തൃത്വം സ്വയം ഏറ്റെടുക്കുന്നു. മായയിൽ നിന്ന് ഗുണങ്ങൾ ഉണ്ടാകുന്നു. മായയാകട്ടെ പരമാത്മാവിന് അധീനയായി പ്രവർത്തിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സകലതിൻ്റെയും കർത്താവാകുന്നത് ഈശ്വരൻ മാത്രമാകുന്നു. തൻ്റെ ഭൗതിക ജീവിതം കൂടിയും പരമാത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണെന്ന് മനസ്സിലാക്കുന്ന ജ്ഞാനി ലൗകികവും ക്ഷണഭംഗുരവുമായ സുഖങ്ങളിലൊന്നും ആസക്തനായി പോകുന്നില്ല. ശ്ലോകം 29. പ്രകൃതേർഗുണ സമ്മൂഢാഃ സജ്ജന്തേ ഗുണകർമ്മസു താന കൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത്. അർത്ഥം: പ്രകൃതിയുടെ ഗുണങ്ങളാൽ മൂഢരാക്കപ്പെട്ടവർ ലൗകിക കർമ്മങ്ങളിൽ സക്തരാകുന്നു. സമ്പൂർണ്ണ ജ്ഞാനം നേടിയവൻ അല്പജ്ഞാനികളായ ആ അലസന്മാരെ വ്യതിചലിപ്പിക്കരുത്. അതായത് പ്രകൃതിയുടെ ഗുണങ്ങളാൽ മോഹിക്കപ്പെട്ട് മായയുടെ ആകർഷണ വലയത്തിൽ പെട്ടുപോയവർ കർമ്മങ്ങളിൽ ആസക്തരായിത്തീരുന്നു. പരമാത്മജ്ഞാനം നേടിയ ഒരാൾ അല്പജ്ഞരായ അത്തരക്കാരുടെ ആസക്തിയോടെയുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തരുത്. ഈ ശരീരമാണ് ഞാൻ എന്ന ബോധമാണ് അഹങ്കാരത്തിന്റെ നിധാനം. ആ ബോധത്തോടെ ഭൗതിക ജീവിതം നയിക്കുന്നവർ സ്ഥാനമാനങ്ങൾ ചൊല്ലി കലഹിച്ച് മാനം കെട്ട് നടക്കുന്നു. പരമാത്മ സാക്ഷാത്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അത്തരം വ്യക്തികളെ അവരുടെ കർമ്മമണ്ഡലങ്ങളിൽ ആസക്തിയോടെ പ്രവർത്തിക്കുവാൻ വിടുകയാണ് ജ്ഞാനി ചെയ്യേണ്ടത്. അവരുടെ കർമ്മങ്ങൾ നിരന്തരം നടക്കട്ടെ. അവർ സത്യമെന്നു കരുതുന്നതിനെ സാക്ഷാത്കരിച്ചു കൊള്ളട്ടെ. ആത്മജ്ഞാനി അവരെ കൂടി തന്റെ മാർഗത്തിലൂടെ നയിക്കാൻ നിർബന്ധിക്കരുത്. ശ്ലോകം 36. മയി സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ
നിരാശീർ നിർമ്മമോ ഭൂത്വാ യുധ്യസ്വ വിഗതജ്വരഃ. അർത്ഥം: സകല കർമ്മങ്ങളെയും എന്നിൽ സമർപ്പിച്ചിട്ട് അധ്യാത്മബുദ്ധിയോടുകൂടി നിഷ്കാമനും മമതയില്ലാത്തവനുമായിട്ട് സന്താപരഹിതനായി യുദ്ധം ചെയ്തു കൊള്ളുക. അർജുന, സകല കർമ്മങ്ങളും എന്നിൽ സമർപ്പിച്ചിട്ട് ആധ്യാത്മബുദ്ധിയോടെ ലാഭേച്ഛയോ മമതയോ ഇല്ലാതെ സന്താപരഹിതനായി യുദ്ധം ചെയ്യുക എന്നാണ് ഭഗവാൻ അരുളി ചെയ്യുന്നത്. ഈശ്വരാർപ്പണമായി പ്രവർത്തിക്കാൻ ഈ ശ്ലോകത്തിൽ വീണ്ടും ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. അർജുനനെ യുദ്ധരംഗത്ത് നിൽക്കുമ്പോൾ അലട്ടുന്ന പല പ്രശ്നങ്ങളുണ്ട്. ഗുരുജനങ്ങളോടുള്ള ആദരവ്, യുദ്ധത്തിന്റെ അനന്തരഫലങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സജ്ജനങ്ങളോടുള്ള മമത, ഇതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ ഭഗവാൻ അർജുനനെ പ്രോത്സാഹിപ്പിക്കുന്നു.